എല്ലാവർക്കും നമസ്കാരം. ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത് ജനറൽ സൊല്യൂഷൻ. അതൊക്കെ സിമ്പിളായിട്ടുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആയിരുന്നു. സൈൻ എക്സ് ഇക്വൽ നമ്പർ, കോസ് എക്സ് ഇക്വൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കുറച്ചുകൂടി ഉള്ളിലേക്കായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് തരുന്നതിന് പകരം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കി മാറ്റേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടത്. സോൾവ് എന്ന് പറഞ്ഞു. സോൾവ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ, ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ഇൻവോൾവ്ഡ് ഇൻ ദ ഇക്വേഷൻ. എല്ലാ ഇക്വേഷനിലും വേരിയബിൾ എക്സ് തന്നെയാണ്. അപ്പൊ എക്സിന്റെ കംപ്ലീറ്റ് വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേലേക്ക് വരാം. സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മളടുത്ത് ഫോർമുല ഉള്ളത് സൈൻ എക്സ് ഇക്വൽ ടു സൈൻ വൈ, കോസ് എക്സ് ഇക്വൽ ടു കോസ് വൈ, ടാൻ എക്സ് ഇക്വൽ ടു ടാൻ വൈ. ഈ മോഡലിൽ വന്നാൽ സൊല്യൂഷൻ നേരിട്ട് എഴുതാനുള്ള ഫോർമുല ഉണ്ട്. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ഇതിനെ എത്തിക്കണം. ഇത് 3 സൈനുകളുടെ ടേം ഉണ്ട്. ആംഗിൾ ആയിട്ട് വരുന്നത് 2x 4x 6x. ഇവിടെ ഡിഫറൻസ്, ഇവിടെ സമ്മുമാണ്. അപ്പൊ നമ്മൾ ഇതിനെ പ്രൊഡക്റ്റ് ആക്കി സിമ്പിൾ ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവുകയാണ്. എങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ആക്കാന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം. വെറുതെ പ്രൊഡക്റ്റ് ആക്കുന്നതിന് പകരം 6x-ഉം 2x-ഉം ആഡ് ചെയ്താൽ 8x, അതിന്റെ പകുതി എടുത്താൽ 4x. അത് ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ പേർ മാറ്റിയിട്ട് സൈൻ 6x-ഉം സൈൻ 2x-ഉം കൂടി ഒരു ടീമായിട്ട് എടുക്കുക. മൈനസ് സൈൻ 4x അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവിടെ നമ്മൾ സി ഡി ഫോർമുല അപ്ലൈ ചെയ്യാം. സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ ഇൻറ്റു കോസ. സൈനിന്റെ ഉള്ളിൽ സി പ്ലസ് ഡി ബൈ 2, 6x പ്ലസ് 2x 8x ബൈ 2 4x. ഇവിടെ 6x മൈനസ് 2x 4x, 4x ബൈ 2 2x മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. അതോടുകൂടി നമുക്കിതാ ഇതിലൊരു സൈൻ 4x കോമൺ ഫാക്ടർ ഉണ്ട്. സൈൻ 4x ടോട്ടൽ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 ഇൻറ്റു കോസ് 2x ഇവിടെ ഉണ്ടാവും. 2 ഇൻറ്റു കോസ് 2x. ഇവിടെ മൈനസ് സൈൻ 4x വന്നാൽ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആയി മാറിയിട്ടുണ്ട്. സൈൻ 4x ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഈക്വൽ ടു 0. ഈ പ്രൊഡക്റ്റ് 0 ആവണേ 2 ചാൻസ് ഉണ്ട്. therefore സൈൻ 4x 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. or 2 cos 2x minus 1 equal to 0. That is sin 4x equal to 0 ഇവിടെ നിൽക്കട്ടെ. or ഇവിടുന്ന് നമുക്ക് 2 cos 2x equal to 1, cos 2x equal to 1 by 2. ഇങ്ങനെ രണ്ട് ചെറിയ ട്രിഗണോമെട്രിക് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോന്നെടുക്കാം. sin 4x equal to 0. നമ്മൾ പറഞ്ഞിരുന്നു സൈൻ എക്സ് ഇക്വൽ ടു 0 ആവുകയാണെങ്കിൽ എക്സ് ഇക്വൽ ടു എൻ പൈ ആ. അപ്പൊ സൈൻ 4x 0 ആവുകയാണെങ്കിൽ 4x ഇക്വൽ ടു എൻ പൈ ആ. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എക്സ് ഇക്വൽ ടു എക്സ് എഴുതണം എപ്പോഴും. എൻ പൈ ബൈ 4 n ബിലോങ്സ് ടു z. ഇതിന്റെ ഒരു സെറ്റ് സൊല്യൂഷനാണ്. അതല്ലെങ്കിൽ വേറെ ഒരു സെറ്റ് ഉണ്ട്. കോസ് 2x ഈക്വൽ ടു 1 by 2 ആ. 1 by 2 നമുക്ക് കോസ് ഓഫ് എഴുതുമ്പോൾ പൈ ബൈ ഡിഗ്രിയിൽ 60 ഡിഗ്രി, അപ്പോൾ റേഡിയനിൽ പൈ ബൈ 3. അതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് 2x ഈക്വൽ ടു ഫോർമുല cos x ഈക്വൽ ടു cos y ആകുമ്പോൾ x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. അപ്പൊ 2x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് yക്ക് പകരം പൈ ബൈ 3. ഇവിടെയും x ആക്കുമ്പോൾ 2 ഡിവൈഡ് ചെയ്യാം. x ഈക്വൽ ടു ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ n പൈ ആവും. n പൈ പ്ലസ് ഓർ മൈനസ് ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ ബൈ 3 ലോട്ട് പൈ ബൈ 6 ആവും. n ബിലോങ്സ് ടു z. ഇതാണ് രണ്ടാമത്തെ സെറ്റ്. ഇത് രണ്ടും എഴുതി വെച്ചാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിരുന്നില്ല, നമ്മൾ അറിയാവുന്ന ഫോർമുലകൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയ ഭാഗത്തിലേക്ക് അതിനെ എത്തിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏകദേശം ഇതേ മോഡൽ തന്നെയാണ്. കോസ് 3x plus cos x
minus cos 2x equal to 0. മൂന്ന് ടേം ആംഗിൾ ഒന്ന് 3x ഒന്ന് x ഒന്ന് 2x 3xും xും ആഡ് ചെയ്താൽ 4x 4xന്റെ പകുതി 2x അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സീരീസ് ഫോർമുല അപ്ലൈ ചെയ്യാം 2 cos പിന്നെയും cos ആ വരിക cos c plus cos d 2 cos c plus d by 2 into cos c minus d by 2 3x plus x 4x by 2 2x 3x minus x 2x 2x by 2x minus cos 2x ഇവിടെ ഉള്ളത് equal to 0 that is ഇതാ കോമൺ ഫാക്ടർ വന്നിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത് cos 2x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ cos 2x into within bracket 2 cos x minus 1 equal to 0 രണ്ട് ചാൻസ് ഉണ്ട് either cos 2x equal to 0 or 2 cos x minus 1 equal to 0 that is cos 2x equal to 0 ഒരു കേസ് or ഇവിടുന്ന് 2 cos x equal to 1 2 cos x equal to 1 ആകുമ്പോൾ cos x equal to 1 by 2 ചെറിയ രണ്ട് ഇക്വേഷൻസ് കിട്ടി ഇത് രണ്ടും എടുത്ത് സോൾവ് ചെയ്യാം cos 2x equal to 0 implies 2x equal to cos 0 എന്ന സ്ഥലം നമ്മൾ ചർച്ച ചെയ്തതാണ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi by 2 2x equal to 2n plus 1 pi by 2 x equal to 2n plus 1 into ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ pi by 4 n belongs to z എങ്ങനെ കിട്ടി മനസ്സിലായോ cos x equal to 0 ആവുമ്പോൾ x ന്റെ വില 2n plus 1 pi by 2 അപ്പോൾ cos 2x equal to 0 ആവുമ്പോൾ 2x equal to 2n plus 1 pi by 2 x equal to 2n plus 1 pi by 4 or ഇതിന്ന് cos x equal to 1 by 2 നെ cos of 60 degree pi by 3 അതുകൊണ്ട് which implies x equal to 2n pi plus or minus y ക്ക് പകരം pi by 3 and belongs to z cos x equal to cos y x equal to 2n pi plus or minus y then question number 3 cos 4x equal to cos 2x ഇത് സിംപ്ലിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടില്ല നമ്മുടെ കയ്യിൽ ഫോർമുല ഉള്ള കേസാണ് ഫോർമുല ഉള്ള മോഡലാണ് ഏതാ മോഡൽ എന്ന് ചോദിച്ചാൽ cos x equal to cos y cos x equal to cos y x ന് പകരം 4x y ക്ക് പകരം 2x വിചാരിച്ചാൽ മതി അതുകൊണ്ട് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4x equal to 2n pi plus or minus y ക്ക് പകരം 2x സൊല്യൂഷൻ എഴുതി കഴിഞ്ഞു ഇങ്ങനെ വെച്ചാൽ പോരാ നമ്മൾ ഒരു സൊല്യൂഷൻ എഴുതുമ്പോൾ ആ വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി വെക്കണം അപ്പൊ x ഈക്വൽ ടു എന്ന് എഴുതണം ഇതിപ്പോ ഇവിടെ x ഉണ്ട് ഇവിടെ x ഉണ്ട് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് വേറെ വേറെ ആക്കുമ്പോൾ 2n pi plus 2x or 4x equal to 2n pi minus 2x plus or minus നെ വേറെ വേറെ ഈ plus 2x എന്നിട്ട് വരുമ്പോൾ മൈനസ് ആവും 4x minus 2x equal to 2n pi or 4x ഇതിങ്ങോട്ട് വരുമ്പോൾ plus 2x ആവും 4x plus 2x equal to 2n pi that is 4x minus 2x 2x equal to 2n pi or ഇത് 6x ആവും 4x plus 2x 6x ആവും 2n pi therefore x equal to 2 divided by 2n pi by 2 or x equal to 2n pi by 6 that is x equal to 2n pi by 2 or n pi or x equal to 2 6 ആവുമ്പോൾ cancel ചെയ്യുമ്പോൾ by 3 n pi by 3 n can be any integer ഈ രണ്ട് സെറ്റ് ആണ് അതിന്റെ സൊല്യൂഷൻ അപ്പൊ x equal to എന്ന് എഴുതണം അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു x കണ്ടുപിടിച്ചു then fourth equation solve ചെയ്യാനുള്ളത് sin 2x plus cos x equal to 0 ഇതൊന്ന് മാറ്റി ചെയ്താലേ നമുക്ക് സോൾവ് ചെയ്യാൻ പാകത്തിലുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷനിലേക്ക് എത്തുള്ളൂ ഒരു ടേമിൽ sin 2x ഉം ഒരു ടേമിൽ cos x ഉം ആണ് അപ്പൊ സീരീസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല കാരണം ഒന്ന് സൈനും ഒന്ന് കോസും ആണ് സീരീസ് ഫോർമുല സൈൻ പ്ലസ് സൈൻ അല്ലെ കോസ് പ്ലസ് കോസ് ആവണം അതിന് പകരം കുറച്ചുകൂടി എളുപ്പം ഇവിടെ sin 2x എന്ന് പറയുന്നത് 2 sin x into cos x ആണ് ഐഡന്റിറ്റിന്റെ മൾട്ടിപ്പിൾ ആംഗിൾസ് സെക്ഷൻ നമ്മൾ കണ്ടതാണ് പ്ലസ് cos x അവിടെ ഉള്ളത് അതോടുകൂടി നമുക്കൊരു കോമൺ ഫാക്ടർ കിട്ടാൻ പോവാ രണ്ടിലുണ്ട് cos x കോമൺ ഫാക്ടർ എടുത്താൽ that is cos x into 2 sin x
പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു പ്രൊഡക്റ്റ് ആയില്ലേ? ഈ പ്രൊഡക്റ്റ് 0 ആവാൻ 2 ചാൻസ് ഉണ്ട്. Therefore ആ ചാൻസ് ഒന്ന് cos x equal to 0 or 2 sin x plus 1 equal to 0. 2 sin x plus 1 equal to 0. അതായത് cos x equal to 0 or രണ്ടാമത്തേന്ന് 2 sin x equal to -1 ആവും. അപ്പൊ sin x equal to -1/2. അപ്പൊ cos x equal to 0 ആവുമ്പോൾ x equal to 2n plus 1 into pi/2 ഫോർമുല നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മൾ sin x equal to sin of 1/2 ആണെങ്കിൽ pi/6. അപ്പൊ -1/2 ആവുമ്പോൾ ഒന്നുകിൽ pi plus pi/6 അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ -pi/6. അപ്പൊ x equal to n pi plus -1 raised to n into y. Y ക്ക് പകരം -pi/6. That is x equal to n pi. ഈ മൈനസ് കണ്ടിട്ടാൽ മൈനസ് ആവും. -1 raised to n into pi/6. n belongs to z. ഈ രണ്ട് സെറ്റ് ആണ് അതിന്റെ സൊല്യൂഷൻ. ഈ -1/2 നെ നമ്മൾ sin of -pi/6 എഴുതിയതിന് പകരം sin of pi plus pi/6 അഥവാ 7pi/6 എഴുതിയും സോൾവ് ചെയ്യാം. രണ്ടും ഒരേ ആൻസർ തന്നെയായിരിക്കും. സെറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്പേഴ്സ് സെയിം ആയിരിക്കും. Then fifth question, sin x plus sin 3x plus sin 5x equal to 0. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് നമുക്ക് ഈ സെറ്റിലെ ഫസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ ശരി ഫോം ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ആക്കി കോമൺ ഫാക്ടർ കിട്ടും. അപ്പൊ നിങ്ങൾ എക്സും 3x-ഉം 5x-ഉം 5x-ഉം x-ഉം കൂടി ആഡ് ചെയ്താൽ 6x അതിന്റെ പകുതിയാണ് 3x. അപ്പൊ ഇത് മാറ്റി എഴുതുന്നതിന് പകരം മാറ്റി ചെയ്താൽ മതി. ഇത് സിയും ഇത് ഡിയും ഇതവിടെ മാറ്റി വെക്കുക. സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ ഇൻറ്റു കോസ 5x plus x 6x/2 3x 5x minus x 4x 4x/2 2x plus sin 3x equal to 0. അപ്പോൾ ഇതാ കോമൺ ഫാക്ടർ വന്നിരിക്കുന്നു. അത് കിട്ടുന്ന രീതിയിലാണ് ഇക്വേഷൻ തന്നത്. അതുകൊണ്ടാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ആ കോമൺ ഫാക്ടർ വരുമ്പോഴാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ട്രിഗണോമെട്രിക് ഇക്വേഷൻ കിട്ടുക. അപ്പൊ sin 3x പുറത്തെടുത്താൽ sin 3x into 2 cos 2x plus 1 equal to 0. അപ്പൊ ഈ പ്രോഡക്റ്റ് 0 ആവാനേ രണ്ട് ചാൻസ്. sin 3x equal to 0 or 2 cos 2x plus 1 equal to 0. That is sin 3x equal to 0 or ഇതിന്ന് cos 2x equal to -1/2. Therefore ഇവിടുന്ന് sin 3x equal to 0 ആവുമ്പോൾ 3x equal to n pi x equal to n pi/3 sin 0 ആവുമ്പോൾ n pi. or ഇവിടെ നമ്മൾ 0 ആണില്ല, ഇതിനെ cos ഓഫ് എഴുതണം. നെഗറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡിൽ അല്ലെങ്കിൽ തേർഡിൽ. അപ്പോൾ എളുപ്പം സെക്കൻഡ് ആണ്. pi minus pi/3 that is cos 2x equal to cos 2 pi/3 2x equal to 2n pi plus or minus pi/3 cos x equal to cos y ആവുമ്പോൾ x equal to 2n pi plus or minus y. Therefore 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് x ആക്കിയാൽ ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ n pi/3 n pi 2 ഡിവൈഡ് ചെയ്യുമ്പോൾ n pi plus or minus ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ pi/3 n belongs to z ആണ് രണ്ടിലും. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. സാമ്പിളൊക്കെ ചോദിക്കുന്ന മോഡലാട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതായത് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആദ്യം ഉണ്ട്, പിന്നീട് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ദെൻ സിക്സ്ത് വൺ 2 into cos square x plus 3 into sin x equal to 0. ഇതൊക്കെ ചോദിച്ചതാണ്. ഇത് ഇതുവരെ ചെയ്തതുപോലെ അല്ല, സിറ്റി ഫോമിൽ ഉപയോഗിക്കാൻ പറ്റിയ ഭാഗമല്ല, പകരം വേറൊരു മോഡലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ cos square x ഉണ്ട്, ഇവിടെ sin x ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക cos square theta equal to 1 minus sin square theta ആണ്. അപ്പൊ cos square x ന് നിങ്ങൾക്ക് 1 minus sin square x എന്ന് ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാൽ ഉണ്ടാവുന്ന സൗകര്യം, ഈ ബ്രാക്കറ്റ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് sin x ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 2 into 1 2 minus 2 sin square x plus 3 sin x equal to 0 അഥവാ minus 2 sin square x plus 3 sin x plus 2 equal to 0. ഇപ്പൊ ഇത് sin x ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ
സൈൻ എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം, എന്നിട്ട് എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം. സൈൻ എക്സിന് വേണ്ടി സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ബിക്ക് പകരം 3, എക്ക് പകരം -2, സിക്ക് പകരം 2. അപ്പൊ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 സ്ക്വയർ 9 -4 ഇൻറ്റു എക്ക് പകരം -2 ഇൻറ്റു ബിക്ക് പകരം 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -2 ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട്. ശ്രദ്ധിക്ക്, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. 4 ഇൻറ്റു 2 ഇൻറ്റു 2 അപ്പൊ 16. 9 പ്ലസ് 16 25 divided by -4. That is equal to -3 plus or minus 5 divided by -4. -3 plus 5 എന്ന് പറയുമ്പോൾ 2. 2 by -4 or -3 minus 5 എന്ന് പറയുമ്പോൾ -8 by -4. That is equal to 2 by 4 1 by 2 with a negative sign. -1 by 2 or -8 by -4 2 പോസിറ്റീവ് ആവും. ഇപ്പൊ കിട്ടിയത് ആർക്കാണ്? ഇപ്പൊ കിട്ടിയ വാല്യൂ സൈൻ എക്സിനാണ്. സൈൻ എക്സിന് കിട്ടിയ രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് -1 by 2 or sin x equal to 2. That is, we are getting sin x equal to -1 by 2 or sin x equal to 2. But sin x equal to 2 is not possible. എന്തുകൊണ്ടാ പോസിബിൾ അല്ലാത്ത? sin x ന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1 ആണ്. sin x ന്റെ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1, ബാക്കിയുള്ള എല്ലാ വാല്യൂസും -1 നും 1 ന്റെ ഇടയിലാണ്. അതുകൊണ്ട് sin x ന് ഒരിക്കലും 2 വരില്ല. അതുകൊണ്ട് ആ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല, അത് വിട്ടേക്ക്. അതുകൊണ്ട് നമുക്ക് പോസിബിൾ ആയി എടുക്കാം sin x equal to -1 by 2. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. രണ്ടും പറ്റാത്തതാണ് കിട്ടിയതെങ്കിലോ, ഈ -1 by 2 പകരം റേഞ്ചിന് പുറത്തുള്ളതാണ് കിട്ടിയതെങ്കിൽ തന്ന ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് എഴുതി വെക്കേണ്ടി വരും. The given equation has no solution എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ഇത് പോസിബിൾ ആണ്. That is sin x equal to, ഇതിനെ സൈൻ ഓഫ് ആക്കി എഴുതുക, സൊല്യൂഷൻ എഴുതുക. നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട്, സൈൻ ആയതുകൊണ്ട് തേർഡിൽ അല്ലെങ്കിൽ ഫോർത്തിലാണ്. അപ്പോ ആന്റി ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ കറങ്ങി തിരി തേർഡിൽ എത്തണം. അതിനേക്കാൾ എളുപ്പം ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ ഫോർത്തിലേക്ക് കൂടെ ഇറങ്ങിയാൽ മതി. -30° π/6. ഫോർമുല x equal to n pi plus -1 raised to n into -π/6. x equal to n pi minus -1 raised to n in ഈ മൈനസ് ഇങ്ങോട്ട് വന്നു കേട്ടോ, into π/6 n belongs to z. അതാണ് അതിന്റെ സൊല്യൂഷൻ. ലാസ്റ്റ് ഇക്വേഷൻ 7th one, sec square 2x equal to 1 minus tan 2x. sec square 2x ഇവിടെ tan 2x. sec square tan square നമ്മളൊരു കണക്ഷൻ ആണ്. c square theta equal to 1 plus tan square theta. അപ്പൊ sec square 2x നമുക്ക് ചെയ്യാൻ പറ്റും 1 plus tan square 2x എഴുതാം. ഇവിടെ 1 മൈനസ്, ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ tan square 2x ഉം tan 2x ഉം പിന്നെ 1 ഉം ഒക്കെ ഒരു സൈഡിലേക്ക് എടുത്താൽ 1 പ്ലസ് tan square 2x, ഈ 1 ഇവിടെ വരും -1, മൈനസ് tan 2x വരുമ്പോൾ പ്ലസ് tan 2x ഈക്വൽ ടു പിന്നെ അവിടെ 0. അപ്പൊ 1 ക്യാൻസൽ ആയി പോയില്ലേ? tan square 2x പ്ലസ് tan 2x equal to 0. അപ്പൊ അതാ കോമൺ ഫാക്ടർ വന്നിരിക്കുന്നു. tan 2x കോമൺ ഫാക്ടർ ആണ്. tan 2x പുറത്തേക്ക് എടുക്കൂ. tan 2x വന്നാൽ ബ്രാക്കറ്റിൽ ഇവിടെ tan സ്ക്വയർ ആകുമ്പോൾ ഒരു tan 2x ഉണ്ടാവും. ഇവിടെ tan 2x വന്നാൽ 1 ഉണ്ടാവും, ഈക്വൽ ടു 0. അപ്പൊ രണ്ട് ചാൻസ് ആയില്ലേ? ആ രണ്ട് ചാൻസ് എന്തൊക്കെ? therefore ഒരു ചാൻസ് tan 2x equal to 0 or tan 2x plus 1 equal to 0. That is tan 2x equal to 0 or രണ്ടാമത്തത് tan 2x equal to -1. രണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്ന് tan 2x equal to 0 implies tan x 0 ആകുമ്പോൾ x equal to n pi ആണല്ലോ. അപ്പൊ 2x equal to n pi, x equal to n pi by 2, n can be any integer. അതൊരു സെറ്റ്. or ഇവിടെ tan 2x equal to -1, that is tan 2x equal to tan of നെഗറ്റീവ് നമ്പർ ആണ്, tan ആണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്.
ആന്റി ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിക്ക്, കുറച്ചുകൂടി എളുപ്പത്തിൽ ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ മൈനസ് പൈ ബൈ 4, മൈനസ് 1 അല്ലേ, 1 ആകുമ്പോൾ പൈ ബൈ 4. അപ്പൊ 2x ഈക്വൽ ടു n പൈ പ്ലസ് y, yക്ക് പകരം മൈനസ് പൈ ബൈ 4. അപ്പൊ x ഈക്വൽ ടു 2 ഡിവൈഡ് ചെയ്താൽ n പൈ ബൈ 2 മൈനസ് പൈ ബൈ ഈ 2 യുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 into 2 8 ആവും. n belongs to z. ഇനി ആ മൈനസ് പൈ ബൈ 4 വെച്ചതിന് പകരം എങ്ങനെ വെക്കുകയാണെങ്കിൽ പൈ മൈനസ് പൈ ബൈ 4 3 പൈ ബൈ 4 വെക്കാം. അപ്പൊ ഈ മൈനസ് പൈ ബൈ 4 അവിടെ 3 പൈ ബൈ 4 വരും. അപ്പൊ ഇത് പ്ലസ് ആയിട്ട് നിൽക്കും. 3 പൈ ബൈ 8 രണ്ടായാലും ഒരേ സെറ്റ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ ഈ സെഷനിൽ ചെയ്തത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ചോദിക്കലുണ്ട്. അതിന്റെ മുന്നേ ചെയ്ത നമ്പർ കറക്റ്റ് ആയിട്ട് തന്നിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കി തന്നിട്ട് ഫോർമുല ഉപയോഗിച്ച് അങ്ങനെയും ചോദിക്കലുണ്ട്. അതിന്റെ മുന്നേ ചെയ്ത പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും എഴുതാൻ പറയും. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും എഴുതാൻ പറഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ പറയാം. Find the principal and general solution of sin x equal to minus root 3 by 2. ഈ ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും രണ്ടും കാണും ഒറ്റ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആലോചിക്കാം. sin x equal to minus root 3 by 2. Principal solution x equal to നെഗറ്റീവ് അല്ലേ നമ്പർ. അപ്പൊ സൈന് നെഗറ്റീവ് അല്ലേ ക്വാഡ്രന്റ്, തേർഡും ഫോർത്തും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്ക് ഇഷ്ടമുള്ള റൊട്ടേഷൻ ഒന്നും പറ്റൂല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് 0 to 360 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിയുമ്പോഴുള്ളത് തന്നെ എടുക്കണം, അത് മാറ്റാൻ പറ്റൂല. അപ്പൊ x ഈക്വൽ ടു തേർഡിലും ഫോർത്തിലും വരിക, കാരണം നെഗറ്റീവ് ആണ്. തേർഡില് പൈ പ്ലസ് 180 പ്ലസ്, ഫോർത്തില് 2 പൈ മൈനസ് root 3 by 2 സൈന് 60 ഡിഗ്രി, പൈ ബൈ 3 ഇവിടെയും പൈ ബൈ 3, 3 പൈ പ്ലസ് പൈ 4 പൈ ബൈ 3, 6 പൈ മൈനസ് പൈ 5 പൈ ബൈ 3. ഈ രണ്ടെണ്ണമാണ് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇനി ജനറൽ സൊല്യൂഷൻ. അതിന് വീണ്ടും ഇക്വേഷൻ എടുത്ത് എഴുതാം. ജനറൽ സൊല്യൂഷൻ sin x equal to minus root 3 by 2. That is sin x equal to sin of, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. ഇനി ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് വന്ന് മൈനസ് ഓഫ് എടുക്കാം. ഞാനിവിടെ ധൈര്യം വെച്ചുകൊണ്ട് ഇതിനെ എടുത്തു, 4 പൈ ബൈ 3 എടുത്തു. sin of 4 പൈ ബൈ 3, പൈ പ്ലസ് പൈ ബൈ 3. അപ്പൊ x equal to n പൈ പ്ലസ് minus 1 all raised to n into 4 pi by 3. n belongs to z. ഇനി 4 pi by 3 എടുത്തതിന് പകരം വേണമെങ്കിൽ മൈനസ് ഓഫ് പൈ ബൈ 3 എടുക്കാം. രണ്ടെടുത്താലും ഒരേ സെറ്റ് സൊല്യൂഷൻ തന്നെയാണ് കിട്ടുക. അപ്പൊ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ചോദിച്ചാൽ ഈ രീതിയിൽ ഇപ്പൊ സൈന് മാറ്റിയിട്ട് ആനോ ഓട്ടോ ഒക്കെ ആക്കാം, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പൊ അതിൽ എക്സസൈസ് ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ, ചെയ്ത് നോക്കാം. കിട്ടാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Okay, thank you.